ബാതിലും പറയാണ് ഞാളെപ്പോഴത്തേക്ക് വലിയ ഉപകാരമാണ്. എന്തെന്ന് ഇതിനോടോ നിങ്ങൾ പറഞ്ഞില്ലേ, ജനാബത്ത് കുളിക്കുന്നു കൗവണ്ട സ്ഥലം, ഹൈദുൽ നിഫാസം കുളിക്കുന്നു കൗവണ്ട സ്ഥലം. അത് ഞാളെപ്പോഴത്തെ തീരെ ശ്രദ്ധിക്കലില്ല. അതേതാ? 2, കാഷ്ടിക്കാനിരിക്കുമ്പോൾ മലദ്വാരിങ്ങ് വികസിക്കും, നിന്നങ്ങ് കൂടിപ്പോവും, ഇരുന്ന് അതിങ്ങ് വികസിക്കും. തലായിഫ് ഷറജിൽ മക്കേദ, ഈ ചന്തിന്റെ ഈ ചുരുളിന്റെ ഇട നിന്നത് കൂടിപ്പോവും, ഇരുന്നതിഞ്ഞ് വികസിക്കും. ആ ചുരുളിന്റെ ഉള്ളിൽ കഴുകണം, എന്നാലേ ഹൈദ് കൂടി പൂർത്തിയാകൂ, എന്നാലേ ജനാബത്ത് കൂടി പൂർത്തിയാകൂ, എന്നാലേ ഓടെ നിഫാസിന്റെ കുടി പൂർത്തിയാകൂ. ഉസ്താദെ, ഞാട് ബാത്റൂമിൽ പോയി ഷവർ ചാലുവാക്കി നല്ലോണം കുളിക്കുമെന്നല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലോണം കുത്തിരി നാളെ ഞങ്ങളെന്ന കാര്യം പ്രത്യേകം കൗകരില്ല. ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ ഒരു പാട്ടയിലും വെള്ളെടുത്ത് മര്യാദക്ക് കുത്തിരുന്നിട്ട് നല്ലോണം നിങ്ങൾ മനാരിച്ചാളെ മരദ്വാരോ അതൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല ഉസ്താദേ. പെണ്ണുങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞു? ഒരു പുരുഷനുമായി ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട പെണ്ണാണെങ്കിൽ, ഒരു പുരുഷനുമായി ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട പെണ്ണാണെങ്കിൽ, മാപ്പിളക്ക് വായിച്ചിട്ടാണ് കള്ളക്കളിയായിട്ടാവട്ടെ, ഒരു പ്രാവശ്യം ഒരാണുമായി ബന്ധപ്പെട്ട പെണ്ണാണെങ്കിൽ ഓളിങ്ങനെ പരവക്കാതെ ഇരുന്നാൽ ഓളെ മൂത്രക്കയർ ചെറുന്നണെന്ന് വികസിക്കും. ആ വികസിക്കുന്ന സ്ഥലം ജനാബത്ത് കുളിക്കുമ്പോൾ കഴുകണം. ഹൈദിന്റെ നിർബന്ധമായ കുടി കഴുകണം. കഴുകിയെങ്കിലേ ജനാബത്ത് കുളിയാകൂ, കഴുകിയെങ്കിലേ നിന്റെ ഹൈദ് കുടി പൂർത്തിയാകൂ, കഴുകിയെങ്കിലേ നിന്റെ നിഫാസിന്റെ കുടി പൂർത്തിയാകൂ. അതൊന്നും പെണ്ണുങ്ങൾ അത്രമാത്രം ആലോചിക്കേണ്ടെന്ന് വിചാരം. നിങ്ങളല്ല വേദന പറയണേ. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ പെണ്ണുങ്ങളെ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഒരു ഭാര്യയൊക്കെ നിന്ന് കുറെ അങ്ങ് കൂടി ചെല്ലയുടെ അങ്ങ് ആക്കിയാൽ ഞാനിപ്പോൾ സ്ഥലത്ത് വെള്ളം എത്തുവോ? ഞാൻ ഒരാൾക്ക് പാത്ത കുത്തുന്നു വെക്കുക, ഉപ്പിച്ചിട്ട് കുത്തുന്നു വെക്കുക. എന്നാൽ ആ മൂത്രക്കാർ കുറഞ്ഞൊന്ന് വികസിക്കൂലേ? ആ വികസിക്കുന്ന ആ സ്ഥലം ജനാബത്ത് കൊടുക്കുന്നു കഴുകണം പെണ്ണ്, ഹൈദിന്റെ ഗുളികൾക്ക് കഴുകണം പെണ്ണ്, നിഫാസിനുള്ള കഴുകണം പെണ്ണ്. ഒരു പുരുഷൻ കാഷ്ടിച്ചിട്ട് ശുദ്ധിയാക്കാതിരിക്കുമ്പോൾ അവന്റെ മലദ്വാരം ലേശം വികസിക്കും. ഇങ്ങനെ ചുരുളിൽ ലേശം ഇരിക്കുമ്പോ ആ ചുരുളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ലോണം നികത്തി മനാരിക്കണം. അതുങ്ങളെല്ലാവരും അതിന് പറയണേ ഉസ്താദേ. മറ്റെന്തെങ്കിലോ മറ്റ് ഞാക്കൊരു നാടൻ മസാറുണ്ട്. എന്നാ മഴ തെടുക്കുവാൻ നോക്കുമ്പോ കുളിപ്പിക്കാൻ എടുക്കും. വരണ്ടി വരെല്ലാം വന്ന് ഇങ്ങനെ പോകുമ്പോ റസൂല് പെട്ടെന്ന് ചക്കായി പടന്നു മുന്നിട്ട് റസൂൽ ഇങ്ങനെ വെറുക്കുക. റസൂലുദാന്റെ കുപ്പായത്തിൽ ഇങ്ങനെ കുലുങ്ങുമ്പോ യാ റസൂലല്ല, മാതാസാബക്ക് നബിയെ, തങ്ങൾക്ക് എന്ത് പറ്റി? എന്താ തങ്ങൾക്കൊരു ബേജാറ്? അല്ലാഹുവിന്റെ റസൂല് ആ 2 ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ കഠിനമായി ശിക്ഷിക്കപ്പെടുന്നു. ആ അദാബ് കണ്ടതുകൊണ്ട് ഞാനും ഹൈറാനത്തായതാണ്. അല്ലാഹു റസൂൽ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് അല്ലാഹുവിന്റെ ശക്തിയിൽ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ നാവിന്റെ ബർക്കത്ത് കൊണ്ട് ആ അദാബിന്റെ ഇളവ് വന്നപ്പോൾ അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞു. നബിയെ, അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹദുഹുമാ, 2ൽ ഒരു ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ലായസ്തബിരു മിനൽ ബൗൽ, മൂത്രിച്ചാൽ ഇസ്തിബ്റാഇന്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. പുരുഷന്മാർ മൂത്രിച്ചാൽ മൂത്രത്തിന്റെ കുറഞ്ഞ ഊറ്റുകൾ മൂത്രത്തിന്റെ കസ്ബത്ത് ദക്കറിലുണ്ടാകും. കിതാബിൽ പറയുന്ന പുരുഷന്മാർ മൂത്രിച്ചു കഴിഞ്ഞാൽ ഇടത്തേക്ക് ഈ 2 കയറ് കൊണ്ട് അവന്റെ മൂത്രകയറും ഇങ്ങനെ 2-3 വട്ടം ഒന്ന് തടവണം. എന്നാൽ അതിന്റെ ഉള്ളിൽ മൂത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്തിങ്ങോട്ട് പോരും. പെണ്ണാണെങ്കിൽ അവളെ ഇടത്തേ കൈയിന്റെ ഈ വിരല് കൊണ്ട് ആ മൂത്രപണ ദ്വാരത്തിന്റെ താഴെ ഒന്ന് തൊട്ടിട്ട് ഒന്നിങ്ങനെ ചെയ്യണം. എന്നാൽ അതിന്റെ ഉള്ളിൽ മൂത്രത്തിന്റെ ഉറ്റുകൾ അത് പൂർണ്ണമായി ഇങ്ങോട്ട് പോരും. നമ്മളിത് ചെയ്യാറുണ്ടോ ഇല്ലേ എന്ന അനുഭവം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോഴത്തെ കുട്ടികളെ പാത്രം നോക്കുക അങ്ങനല്ലേ? ഒരു പാത്രം കുത്തിരുന്ന പാടി തന്നെ പൈപ്പ് തുറന്നിട്ടുണ്ടാവും. ഈ പൈപ്പിൽ ഈ മൂത്രമാകുന്ന സാധനം തീരുമ്പോഴേക്ക് പാട്ട് നിറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടോ പൈപ്പ് അടുപ്പോട്ട് ബാഗ് എടുത്തിട്ട് ഒന്നങ്ങ് പാടുന്ന മോനിങ് പോരെ. യുവാക്കളെ, അത് പോരേ മോനെ, അത് പോയന്റെ മോനെ ഒന്നിങ്ങനെ ചെയ്യണേ. ആ കസ്മത്ത് തക്കളുടെ മൂത്രത്തിന്റെ ഉച്ച തീർത്തെന്നിങ്ങ വന്നോട്ടെ.
അത് ഗൗനിക്കാത്ത ഒരാളായതുകൊണ്ട് അയാൾ ആ ന്യൂനതന്റെ ശിക്ഷ ഖബറിലെത്തി ഉടനെ അള്ള കൊടുത്തു. വിഷയം നമുക്ക് ഹൈദ് നിഫാസ് ദുഹൂലു ജനാബത്താക്കണം, എന്നല്ലേ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. ജനാബത്ത് പോയി അറിയാൻ പറ്റാത്ത ആരെന്നോട് അല്ലേ, എല്ലാം മൊത്തം ഹറാമാണ്. ജനാബത്താ ജനാബത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ജനാസ ഇങ്ങനെ സംഭവം. ഇത് ആളുകൾക്ക് അറിയില്ല, ശരിയാണ്, ബോധം മനസ്സിലാക്കും. ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഹൈദിനും നിഫാസിനെ കുറിച്ചൊന്ന് പറഞ്ഞാണെന്ന് കത്ത് വരും. അപ്പൊ 2-3 കുട്ടികളുള്ള തള്ളന്മാരെ എഴുതി വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത്ര ദിവസം യാത് വന്നപ്പോ എന്ത് ചെയ്തു, നിഫാസ് വന്നപ്പോ എന്ത് ചെയ്തു? അല്ലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അതിനാണ്. ഈ മദ്രസകൾ എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് ചെറുപ്പം മുതലേ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ ഒരു ഇൽമിയായ ഒരു ഗേഹമാണ്. അതിനോട് അവഗണനയാണ് നമുക്ക് ഇതുവരെ ഇല്ലാതെ പോകുന്നത്. ജനാബത്ത് കുളിയിലൊക്കെ നമുക്ക് ഒരു മുടിയോ ഒരു ഭാഗമോ നനയാതിരുന്നാൽ നിസ്കാരം എല്ലാം ബാത്തില്, എല്ലാം പോയി. ഒരു ഭാഗം നനയാതിരുന്നാൽ ആദ്യം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ കഴുകി തേച്ച് വൃത്തിയാക്കി കളയണം. ഞാൻ പിന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റാ, എനിക്ക് പറയുന്നതിനൊന്നും എനിക്ക് നമുക്ക് പറയാലോ അല്ലേ, പിന്നെന്ത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. ഒരാളുള്ളത് ശ്രദ്ധിക്കാറില്ല. ആളുകൾ വിചാരിക്കണം എങ്ങനെങ്കിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും കുളിച്ചിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് മൊത്തം കഴുകി കഴിഞ്ഞാൽ പ്രശ്നം തരുന്നു. നമ്മള് കൈയൊക്കെ കഴുകി വായിൽ വെള്ളം കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി നമ്മള് നിയ്യത്തൊക്കെ ചെയ്ത് നവൈതു അൻ അഗ്തസില ലിറഫഇൽ ജനാബത്തി ഇംതിസാലൻ ലിഅംരില്ലാഹി തആല. ഇപ്പൊ ആരാ ഇപ്പോ നേരം പ്രതി എഴുന്നേൽക്കുന്ന സൂര്യ ഉദിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഇനി നവൈതു അൻ അഗ്തസില ലിറഫഇൽ ജനാബത്തി ഇംതിസാലൻ ലിഅംരില്ലാഹി തആല ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിയത്തിയത് മൂക്കിലും വായിലൊക്കെ വെള്ളം ആദ്യം അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പിടിച്ചെല്ലാം കഴുകി തുടച്ച് തേച്ച് കഴുകി പിന്നെ കുളിക്കല്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തെങ്കിലേ നിസ്കാരം ശരിയാവുള്ളല്ലോ. ഒരു മുടിയോ ഏതെങ്കിലും ഒരു ഭാഗമോ നനയാതിരുന്നിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോലെ നമ്മൾ നിസ്കാരം എങ്ങനെ ശരിയാവുക? ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ബാക്കിയൊക്കെ ഉസ്താദുമായിട്ട് ചോദിച്ച് പഠിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ല ഞാനിപ്പോ അങ്ങോട്ട് വേള എന്റെ ഈ വിഷയം മുടങ്ങിപ്പോകും. എഴുതി വന്നുകൊണ്ട് എഴുത്ത് വന്നപ്പോ അതിനോട് ഉത്തരവാദിത്ത നിലയിൽ അൽഹംദുലില്ലാഹ് അത്രയും പറഞ്ഞാണ്.